എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പലർക്കും ലൊക്കേഷൻ നമുക്കറിയാം, നമ്മൾ ഗൂഗിൾ മാപ്പ് വഴിയും മറ്റു കാര്യങ്ങൾക്കും നമ്മൾ ലൊക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ അംഗനവാടി ലൊക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഈ ലൊക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അംഗനവാടിയുടെ ലൊക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ഷെയർ ചെയ്യുക, അതായത് നമ്മുടെ ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മുടെ അംഗനവാടി ഇരിക്കുന്ന എവിടെയാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, വേറൊരാൾക്ക് നമ്മുടെ അംഗനവാടിയുടെ പ്രസൻറ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് അത് ഷെയർ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 2-3 രീതിയുണ്ട്. ഏത് രീതിയിൽ ചെയ്യുമ്പോഴും നമ്മുടെ ഫോണിലെ ലൊക്കേഷൻ ഓണായിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം, ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലെ ലൊക്കേഷൻ നമുക്ക് ഓണാക്കിയിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുകളിൽ നിന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ലൊക്കേഷൻ കണ്ട, ആ ലൊക്കേഷൻ എന്നുള്ളത് നിങ്ങളൊരു തവണ ഓണാക്കുമ്പോൾ അത് ഓഫായി. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ഈ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൊക്കേഷൻ ഓണായി. അതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് എടുക്കുക. അപ്പോൾ നമുക്ക് വാട്സപ്പ് വഴി ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. അപ്പോൾ വാട്സപ്പിലൂടെ എങ്ങനെ ചെയ്യണം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഏത് ഗ്രൂപ്പിലോട്ടാണോ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇത് ചൂസ് ചെയ്യുക. അതിനുശേഷം നമുക്കവിടെ താഴെ ഒരു അറ്റാച്ച്മെൻറ്റ് പറഞ്ഞ ഫയലിൻ്റെ ഭാഗം കാണാം. താഴെ കണ്ടില്ലേ, ആ അറ്റാച്ച്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലൊക്കേഷൻ എന്ന് വന്നിട്ട് കാണാം. കണ്ടില്ലേ ലൊക്കേഷൻ, ആ LOCATION പച്ച കളറിൽ കണ്ടില്ലേ, ആ ലൊക്കേഷൻ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട, അപ്പോൾ നമ്മുടെ ഓൾറെഡി ഫോണിലെ ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ഫോണിലെ ലൊക്കേഷൻ നമ്മളിവിടെ ഓൾറെഡി ഓൺ ആക്കിയത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളിതുപോലെ നിങ്ങൾക്ക് തുറന്നു വരും. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം. ഷെയർ ലൈവ് ലൊക്കേഷൻ, സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന് കാണാം. അപ്പോൾ അതിൽ നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാ താഴെ ആ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ ഷെയറായി. ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻസ് ഇപ്പോൾ നമ്മുടെ അംഗനവാടിയിൽ നിന്നിട്ട് ചെയ്തിട്ടോ പിന്നെയും ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കാണിക്കുന്നവരോട് റെഡി ആവാത്തവർ, അതായത് നമ്മൾ പറഞ്ഞു അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു, നിങ്ങളുടെ അംഗനവാടി ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തു, എന്നിട്ട് പിറ്റേ ദിവസം ചെയ്യുമ്പോഴും പിന്നെയും ഡിസ്റ്റൻസ് ഒന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇതുപോലെ വാട്സപ്പിൽ പോയിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നിങ്ങൾ അയക്കേണ്ട ഏത് ഗ്രൂപ്പാണോ, നിങ്ങളുടെ ഓഫീസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ അംഗനവാടി വർക്കർ ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പ് വഴിയാണോ നിങ്ങൾ അയക്കണേ ആ ഗ്രൂപ്പ് നിങ്ങൾ ഇതുപോലെ തുറക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് അയക്കേണ്ട ഗ്രൂപ്പ് ഏതാണെങ്കിൽ അത് നിങ്ങൾ ഇതുപോലെ തുറക്കുക. എന്നിട്ട് നിങ്ങൾ ഈ അറ്റാച്ച്മെൻറ്റ് ഞെക്കുക, ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക, സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷനായി നേരിട്ട് ആ ഗ്രൂപ്പിലേക്ക് പോകും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലൊക്കേഷന് താഴെ അംഗനവാടി വർക്കറുടെ നെയിം അടിക്കുക, സെൻറ്റർ നമ്പർ അടിക്കുക. നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടില്ല, നിങ്ങളുടെ ലൊക്കേഷൻ അറിയാം, സെൻറ്റർ നമ്പർ അടിക്കുക, ക്യാഷ് ഫോൺ നമ്പർ അടിക്കുക. ഓക്കെ, ഇത്ര അയച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.